ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ചില ടീച്ചർമാർ പറയും, ഇന്ന് അവരെ കാണുമ്പോൾ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയി വലിയ ഇതിലൊക്കെയാണ്. എനിക്ക് ആദ്യം ഓർമ്മയുള്ളത് ഈ കുട്ടി എൻ്റെ ക്ലാസ്സിൽ ഒരു നഴ്സറിക്ക് വന്ന് ജോയിൻ ചെയ്ത ഒരു ഓർമ്മയാണ് എന്ന്. ഒരു സ്റ്റോക്ക് മൾട്ടി ബാഗർ ആവുന്നതിന് മാർക്കറ്റ് ക്യാപ്പിന് വലിയ വിലയൊന്നും അതിനകത്തില്ല. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സ്മോൾ കമ്പനികൾ എടുക്കുമ്പോൾ അതിന്റെ റിസ്ക് കൂടുതലല്ലേ എന്നുള്ളതാണ്. ആ റിസ്ക് ആണ് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ. പഴയ സെക്ടറിൽ നിന്നും വരാം. ഇറ്റ് ഈസ് ദ ബിസിനസ് ദാറ്റ് ബിക്കംസ് എ മൾട്ടി ബാഗർ, നോട്ട് ദ സെക്ടർ. പല ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ, 2 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ, 3 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ, 5 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ, 10 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ. ചില കൺസിഡറേഷനിൽ 100 ടൈംസ്, 1000 ടൈംസ് ഒക്കെ വരും. സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മൈഫിൻ TV ക്യാപിറ്റൽ മാർക്കറ്റ് വിഭാഗം മേധാവി ശ്രീ സൂരജ് നായരാണ്. നമസ്കാരം. താങ്ക് യു റിങ്കു. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ സ്ഥിരം കേൾക്കാറുണ്ട് മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ കുറിച്ച്. എന്താണ് ഈ മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ? റിങ്കു, മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ നമ്മൾ മാർക്കറ്റിലേക്ക് വലിയൊരു ശതമാനം ആൾക്കാർ വരുന്നത് ഒരു സ്റ്റോക്ക് മേടിക്കുന്നു, അതിന് കുറച്ച് ശതമാനം അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, മേ ബി ഒരു 10%, 15% വരുമ്പോൾ നമ്മളത് ട്രേഡ് ചെയ്യുന്നു, വിൽക്കുന്നു. അങ്ങനെ ഒരു ബൈ സെൽ ആണ് നമ്മൾ നടത്തുന്നത്. ഇതിനെ നമ്മൾ പൊതുവേ ട്രേഡിംഗ് എന്നാണ് പറയാറ്. ഇത് കൂടാതെ തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ നമ്മൾ മേടിക്കുന്നു, അതിൻ്റെ ഷെയർ മേടിക്കുന്നു. അതിൻ്റെ ഷെയർ നമ്മൾ കൊല്ലങ്ങളോളം ഹോൾഡ് ചെയ്യുന്നു. ഈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്രിസിയേഷൻ പോകും. അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10%, 15%, 20% അല്ല, പല ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ, 3 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ, 5 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ, 10 ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ. ചില കൺസിഡറേഷനിൽ 100 ടൈംസ്, 1000 ടൈംസ് ഒക്കെ വരും. ചില സന്ദർഭങ്ങളിൽ ഇത് വെറും 4 കൊല്ലം കൊണ്ട് നടക്കും, ചിലപ്പോൾ 1 കൊല്ലം കൊണ്ട് നടക്കും, ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് നടക്കും, ചിലപ്പോൾ 30 കൊല്ലം കൊണ്ട് നടക്കും. അപ്പോൾ ഒരു സ്റ്റോക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം പല ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ മേടിക്കുന്ന ഒരു സ്റ്റോക്ക് 3 ടൈംസ് ആയി എന്ന് വിചാരിക്കാം. അതിൻ്റെ ഡ്യൂറേഷൻ മറക്കുക, അത് 3 മാസം കൊണ്ടാണോ, 1 കൊല്ലം കൊണ്ടാണോ, 3 കൊല്ലമാണോ എന്നുള്ള മറക്കുക. പക്ഷേ ഒരു സ്റ്റോക്കിനെ നമ്മൾ അതിൻ്റെ പ്രൈസ് മാത്രം വെച്ചിട്ട് 3 ടൈംസ് ആയി എന്ന് പറയുമ്പോൾ നമ്മളതിനെ 3 ബാഗർ എന്ന് പറയും. അതേപോലെ 5 ടൈംസ് ആയ സ്റ്റോക്ക് നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചു, ആ സ്റ്റോക്ക് 500 രൂപയായി. അതിൻ്റെ എത്ര നാൾ ഹോൾഡ് ചെയ്തു, എത്ര നാൾ എടുത്തു എന്നുള്ളത് റെലവൻ്റ് അല്ല. ബട്ട് പ്രൈസിൻ്റെ ടേംസിൽ നമ്മളതിനെ പറയുമ്പോൾ അതിനെ 5 ബാഗർ എന്ന് പറയും. അങ്ങനെ 10 ബാഗർ, 7 ബാഗർ, അങ്ങനെ എത്രത്തോളമായോ അതിനനുസരിച്ച് ബാഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിനെയാണ് മൾട്ടി ബാഗർ സ്റ്റോക്ക്. അതായത് മൾട്ടി ഫോൾഡ് റിട്ടേൺ നിങ്ങൾക്ക് തന്ന സ്റ്റോക്ക് എന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ടേംസിൽ യൂസ് ചെയ്യുന്ന ആ ഒരു വേർഡാണ് ഈ പറയുന്ന പോലെ മൾട്ടി ബാഗർ. പല മടങ്ങ് റിട്ടേൺ നൽകുന്ന ഓഹരികൾ. ഈ ഓഹരികൾ എങ്ങനെ കണ്ടെത്താനാകും? ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. നമ്മളെപ്പോഴും മാർക്കറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ് ഈസ് ഈസി, ബട്ട് അതാ നമ്മൾ എന്താ പറയുക, ഒരു ഈസി എന്നുള്ള മട്ടിലാണ് നമ്മൾ പറയുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഗെയിം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇതിനകത്ത് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് മേടിക്കുന്നു, അത് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പുറമേ കാണുന്നൊരു കാര്യം. ബട്ട് അതിലേക്ക് എത്തിച്ചെല്ലുക എന്ന് പറയുന്നതിന് കുറേ കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ട്. ഒന്ന്, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച്, അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം നമ്മൾ ചിലവാക്കുന്നു, അതായത് അത് കണ്ടുപിടിക്കാനുള്ളൊരു സമയം. മൂന്നാമത്, കണ്ടുപിടിച്ചാൽ തന്നെ എത്ര നാൾ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത്. 4 എന്ന് പറയുന്നത് ഇതൊന്നും കൂടാതെ ചിലപ്പോൾ ലക്ക് കൊണ്ടും ഇത് സംഭവിച്ചേക്കാം. അപ്പോൾ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് വരാം, ഒരു ലക്കിൻ്റെ ഭാഗമായിട്ടും വരാം എന്നുള്ളത്. ഇത് ഏത് രീതിയിൽ വരുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെ അനുസരിച്ചിരിക്കും എന്നുള്ളത്. ചിലവർ മൾട്ടി ബാഗർ സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് ചിലർ ശ്രമിച്ച് അങ്ങനത്തെ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറേ കൊല്ലങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. ചിലവർ ബൈ ചാൻസ് അങ്ങനെ പെട്ടുപോകുന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം, റിങ്കു ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയായിരിക്കും, നമ്മുടെ വീട്ടിലെ പഴയ കാരണവരായിട്ടുള്ള ആരെങ്കിലും,
അല്ലെങ്കിൽ നമ്മുടെ തലമൂത്ത അങ്കിള് കൊല്ലങ്ങളായിട്ട് അവർ 80കളിലും 90കളിലും വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ വർക്ക് ചെയ്ത കമ്പനി അതിന്നിപ്പോൾ ഒരു നെസ്ലയാണ്, അല്ലെങ്കിൽ ലാർസൻ ആൻഡ് ടുബ്രോ ആണ്, സീമെൻസ് ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ കമ്പനിയുടെ ഷെയർസ് സ്വന്തമായിട്ട് മേടിച്ചു വച്ചു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ പണ്ട് പേപ്പർ ഷെയർസ്, അതായത് അന്ന് പേപ്പർ ട്രേഡിംഗ് ആണല്ലോ, ഇതേപോലെ ഇലക്ട്രോണിക് ട്രേഡിംഗ് അല്ല, പേപ്പർ ട്രേഡിംഗ് ആയിരുന്ന സമയത്ത് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഷെയർസിനെ കുറിച്ച് അറിയാമെന്നുള്ളതും ഷെയറിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് അറിയാമെന്നുള്ളവരും അന്നത്തെ കാലത്ത് ഇത് മേടിച്ചു വച്ചു. ഇതൊക്കെ ചിലപ്പോൾ ഫിസിക്കൽ ഷെയർ ആയിട്ട് ഇപ്പോഴും വെക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് മറന്നുപോയേക്കാം. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഇതിനൊരു എഫേർട്ട് അന്നത്തെ ഒരു മേടിക്കുക എന്നുള്ളതല്ലാതെ കൂടുതൽ റിസർച്ച് ഒന്നും ചിലപ്പോൾ അതിനകത്ത് നടത്തി കാണൂല. അങ്ങനത്തെ സന്ദർഭങ്ങളിലും നിങ്ങളുടെ കയ്യിൽ ഒരു മൾട്ടി ബാഗർ വന്ന് എത്തിപ്പെട്ടേക്കാം. ചിലവർ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ടൈമും സമയവും എല്ലാം ഡെഡിക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതും ആവാം. അപ്പം മൾട്ടി ബാഗർ എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ട് കൊണ്ടും വരാം, ഒരു ലക്ക് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വന്ന് പെടുകയും ചെയ്യാം. പക്ഷേ മൾട്ടി ബാഗർ സ്റ്റോക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് തുടക്കത്തിലല്ല, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം. അതായത് നമുക്ക് മൾട്ടി ബാഗർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല. നമ്മൾ ആ സ്റ്റോക്കിൽ മേടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിൻ്റെ പ്രൈസും സമയവുമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ മേടിച്ച സ്റ്റോക്ക് മൾട്ടി ബാഗർ ആയിരുന്നു എന്ന്. തീർച്ചയായും ഇൻഫോസിസ് ഒക്കെ പോലെ ദീർഘകാലത്തിൽ നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള ചില മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഇഷ്ടംമാതിരി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പൊതുവേ മാർക്കറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇൻഡെക്സ് സ്റ്റോക്സ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്, ടോപ്പ് ലൈൻ സ്റ്റോക്സ് ആണ് ഏറ്റവും നല്ലത് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ബട്ട് എങ്ങനെ ഈ കമ്പനികൾ ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ലൈൻ സ്റ്റോക്സ് ആയി എന്നുള്ളത്, ഇതൊരു കാലത്ത് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിരുന്നു. ആ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ നിന്ന് വലുതായി അത് മിഡ് ക്യാപ്പായി, മിഡ് ക്യാപ്പിൽ നിന്ന് വലുതായാണ് ലാർജ് ക്യാപ്പും ബ്ലൂ ചിപ്പ് സ്റ്റോക്കുമായി മാറിയെന്നുള്ളത്. അപ്പോൾ പൊതുവേ ഒരു ധാരണ മാർക്കറ്റിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ സേഫ്. എന്നാൽ ലാർജ് ക്യാപ്പിനേക്കാളിലും കൂടുതൽ മൾട്ടി ബാഗർ ആയിട്ടുള്ളത് സ്മോൾ ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിൽ നിന്നും വന്ന കമ്പനികളാണ്. അതായത് ടുഡേസ് ബ്ലൂ ചിപ്പ് വാസ് യെസ്റ്റർഡേസ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ഓർ മിഡ് ക്യാപ്പ് സ്റ്റോക്ക് എന്നാണ് അതിനകത്ത് പറയാറ് എന്നുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് അതിനകത്ത് നിന്ന് മൾട്ടി ബാഗർ അല്ലെങ്കിൽ സ്റ്റോക്ക് മൾട്ടി ബാഗർ ആവുക എന്ന് പറയുന്നതിൻ്റെ ആയിരക്കണക്കിന് എക്സാമ്പിൾസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന പല സ്റ്റോക്കുകൾ, ലാർസൻ ആൻഡ് ടുബ്രോ ഉൾപ്പെടെ, റിലയൻസ് ഉൾപ്പെടെ ഇൻഡെക്സിലേക്ക് കിടക്കുന്ന പല സ്റ്റോക്കിനും ഒരു മൾട്ടി ബാഗർ കഥ അതിൻ്റെ പുറകിൽ നമ്മളോട് പറയാനുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല പല സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ നിന്നും പല സ്റ്റോക്കുകളും മിഡ് ക്യാപ്പായ കഥയും നമ്മളോട് പറയാനുണ്ട് എന്നുള്ള. ഇപ്പം നമ്മൾ 2008-2009 കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഏതാണ്ട് പേജ് ഇൻഡസ്ട്രീസ്, ഏഷ്യർ മോട്ടോഴ്സ്, നമ്മുടെ റോയൽ എൻഫീൽഡ്, ഞാൻ അത് കുറച്ചുകൂടി ഞാൻ പോപ്പുലറായിട്ട് പറയാം. പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ജോക്കി എന്ന് പറയുന്ന ഇന്നർവെയർ പ്രോഡക്ട്സ് ഇന്ത്യയിൽ ഓൺ ചെയ്യുന്ന, ആ ബ്രാൻഡ് ഓൺ ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് പേജ് ഇൻഡസ്ട്രീസ്. നമ്മൾ വഴിയിൽ കാണുന്ന ജോക്കിയുടെ ഷോറൂമുകൾ, മോളിൽ കാണുന്ന ജോക്കിയുടെ ഷോറൂമൊക്കെ ഓൺ ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. പേജ് ഇൻഡസ്ട്രീസ് ഹോൾഡ്സ് ദ ലൈസൻസ് ഫോർ ജോക്കി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊരു സ്റ്റോക്ക് എന്ന് വിചാരിക്കുക. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഏഷ്യർ മോട്ടോഴ്സ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ കമ്പനിയാണ് ഏഷ്യർ മോട്ടോഴ്സ്. ഈ സ്റ്റോക്കൊക്കെ, ഞാൻ ഈ പറയുന്ന സ്റ്റോക്കൊക്കെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിരുന്നു 2008-2009 എന്നാണ്. 1992 ഇൻഫോസിസ് ഒരു സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിരുന്നു എന്നുള്ള. ഇന്ന് നമ്മൾ അതിനെ ലാർജ് ക്യാപ് സ്റ്റോക്സ് ആയിട്ട് പറയുന്നുള്ളൂ. അങ്ങനെ പല കമ്പനികളും 100-ൽ പരം 1000-ൽ പരം കമ്പനികൾ നമ്മുടെ മുന്നിൽ മൾട്ടി ബാഗർ ആയിട്ടുണ്ട്. അത് പലതും നമ്മൾ ഇന്ന് കേൾക്കുന്ന പല സ്റ്റോക്കുകൾക്കും ഒരു ചരിത്രം അതിൻ്റെ പുറകിലുണ്ട്. ആ ചരിത്രം ഒരു ചെറിയ കമ്പനിയിൽ നിന്നും വലുതായി ഒരു മീഡിയം കമ്പനിയായി, ആ മീഡിയം കമ്പനിയിൽ നിന്ന് വലുതായി ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കായ എല്ലാ സ്റ്റോക്കുകളും നമ്മുടെ മുന്നിൽ മൾട്ടി ബാഗറാണ്. അതുകൊണ്ട് മൾട്ടി ബാഗറിൻ്റെ എണ്ണം കുറവാണ് എന്നുള്ള ധാരണ നമ്മൾ പോയേണ്ട. നമ്മൾ കാണുന്ന മിക്ക സ്റ്റോക്കുകളും നമ്മുടെ മുന്നിൽ മൾട്ടി ബാഗർ ആയത്. അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ചില ടീച്ചർമാർ പറയും, ഇന്ന് അവരെ കാണുമ്പോൾ എൻജിനീയറും ഡോക്ടറും ഒക്കെ ആയി വലിയ ഇതിലൊക്കെയാണ്. എനിക്ക് ആദ്യം ഓർമ്മയുള്ളത് ഈ കുട്ടി എൻ്റെ ക്ലാസ്സിൽ ഒരു നഴ്സറിക്ക് വന്ന് ജോയിൻ ചെയ്ത ഒരു ഓർമ്മയാണ് എന്ന്. അവിടുന്ന് അവർ എന്താ പറയുക, ഓരോന്ന് മൈഗ്രേറ്റ് ചെയ്ത് 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് കോളേജിൽ പോയതൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടതാണ് എന്ന് പറയും പോലെ ഇതിൻ്റെ നമ്മുടെ കണ്ണുകളാണ് എത്രത്തോളം മൾട്ടി ബാഗർ കണ്ടു എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതായത് നമ്മൾ എത്രത്തോളം മാർക്കറ്റിൽ നിന്ന്, ഇപ്പോൾ 92 മുതൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി ഇൻഫോസിസ് മുതലുള്ള
ഇന്ന് വരെയുള്ള മൾട്ടി ബാഗറുകൾ കണ്ടിട്ടുണ്ട്. 2000, 2002, 2004 കാലഘട്ടങ്ങളിൽ വന്നവർ LNT പോലെയുള്ള മൾട്ടി ബാഗറുകൾ കണ്ടിട്ടുണ്ട്. 2008, 9, 10 കാലഘട്ടങ്ങളിൽ വന്ന വ്യക്തി ഏഷ്യർ പേജ് ഇൻഡസ്ട്രീസ് പോലെയുള്ള മൾട്ടി ബാഗറുകൾ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ മൾട്ടി ബാഗറുകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് ഒരുപാട് സമയം ചിലവാക്കിയിട്ടുണ്ട്, ഒരുപാട് കൊല്ലങ്ങളായിട്ട് മാർക്കറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പല മൾട്ടി ബാഗറിനെയും കാണാം. ചിലപ്പോൾ ലാസ്റ്റ് 1 കൊല്ലം വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് വന്ന വ്യക്തി ഈ 2 കൊല്ലത്തിലെ മൾട്ടി ബാഗറുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളിൽ കൂടെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ ഒരുപാട് കണ്ടിരിക്കുന്നു, കുറച്ചുള്ളവർ കുറച്ച് കണ്ടിരിക്കുന്നു. എങ്കിലും ഒരു ജനറലി പറയുകയാണെങ്കിൽ there are hundreds of stock that have delivered multi-bagger returns for investors. സാധ്യതയുള്ള ഓഹരികളും ഇനിയും ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എവിടെയോ ഒരു മൾട്ടി ബാഗർ കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് സമയത്ത് അത് മേടിച്ച് അത് ആവശ്യമുള്ള കാലഘട്ടങ്ങളിൽ അതിനെ ഹോൾഡ് ചെയ്ത് അതിൻ്റെ ഹൈ ഗ്രോത്ത് ആയിട്ടുള്ള ഫേസിലും സൈക്കിളിലും അതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൾട്ടി ബാഗർ റിട്ടേൺ ഉണ്ട്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാത്തതും മാർക്കറ്റ് മനസ്സിലാക്കാത്തതും പൊതുജനം കാണാത്തതുമായുള്ള സ്റ്റോക്ക് എവിടെയോ ഉറങ്ങിക്കിടപ്പുണ്ട്. അതാണ് ഒരു ഫ്യൂച്ചർ മൾട്ടി ബാഗർ. ആ മൾട്ടി ബാഗർ ആയതിനു ശേഷം മാത്രമേ നമ്മളത് മൾട്ടി ബാഗർ എന്ന് മനസ്സിലാക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുപോലെ സുസ്ലോൺ എനർജി, RVNL ഒക്കെ പോലെയുള്ള സ്റ്റോക്കുകൾ പെന്നി സ്റ്റോക്കുകളായിരുന്നു. അത് ചുരുങ്ങിയ കാലം കൊണ്ട് മൾട്ടി ബാഗർ റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പെന്നി സ്റ്റോക്കുകൾ തന്നെ മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, ഇതിലെ നിക്ഷേപത്തിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? ഈ പെന്നി സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്ക്, സ്മോൾ ക്യാപ് സ്റ്റോക്ക്, മിഡ് ക്യാപ് സ്റ്റോക്ക്, ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് അതിന് ഇട്ട് കൊടുക്കുന്ന പേരാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയിൽ നമ്മുടെയൊക്കെ പരിചയമുള്ള വീട്ടിലെ ബന്ധുക്കളും സഹോദരന്മാരും ഒക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും നമ്മളെ സംബന്ധിച്ച് നോർമൽ സിറ്റിസൺസ് ആണ്. പക്ഷേ കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരായി മാറും അല്ലേ? ബാറ്റ്സ്മാൻ, ബൗളർ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ എന്നുള്ള പേരിലേക്ക് വരുന്നത് ആ സിറ്റുവേഷൻ അനുസരിച്ച് വരണം. അതേപോലെ ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡായി നിൽക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ചുറ്റുമുള്ള ബിസിനസ്സുകളാണ്. ഇപ്പം നമ്മൾ രാവിലെ എണീച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ എണീറ്റ് നേരെ വാഷ്റൂമിലേക്ക് പോകുന്നു, പല്ല് തേക്കുന്നു. ഇതായിരിക്കണം ഒരു വ്യക്തിയുടെ ആദ്യത്തമായിട്ടുള്ളൊരു കർമ്മം. അത് നമ്മൾ എത്ര കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റാണ്. അത് ചിലപ്പോൾ ഒരു ക്ലോസപ്പ് ആവാം, അല്ലെങ്കിൽ കോൾഗേറ്റ് ആവാം. ഇത് രണ്ടും ലിസ്റ്റഡ് കമ്പനിയുടെ പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്, നമ്മൾ ഉപയോഗിക്കുന്ന കോഫി, ചായ, നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യണ ഷാമ്പു, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, നമ്മൾ എല്ലാ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനം ഇൻക്ലൂഡിങ് ഷർട്ട്, നമ്മുടെ കാറ്, ഇതെല്ലാം ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പം നമ്മൾ കാർ ഉപയോഗിക്കുന്നു, അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആവാം, അത് ലിസ്റ്റഡ് കമ്പനിയാണ്. അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ ആവാം, അത് ലിസ്റ്റഡ് കമ്പനിയാണ്. ബൈക്ക് ആണെങ്കിൽ റോയൽ എൻഫീൽഡ് ആണെങ്കിൽ അത് ലിസ്റ്റഡ് കമ്പനിയാണ്. ബജാജ് ഓട്ടോ ആണെങ്കിലും ലിസ്റ്റഡ് കമ്പനിയാണ്. ഹീറോ ആണെങ്കിലും ലിസ്റ്റഡ് കമ്പനിയാണ്. TVS ആണെങ്കിലും ലിസ്റ്റഡ് കമ്പനിയാണ് അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തുന്ന ബിസിനസ്സുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകളെ നമ്മൾ ബിസിനസ്സായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് ആ ബിസിനസ് അതിൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ ആ ബിസിനസ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സർവീസസിൻ്റെയും കഴിവുകൊണ്ട് ആ ബിസിനസ്സുകൾ പല രീതിയിൽ അതിൻ്റെ റവന്യൂസ് ഗ്രോ ചെയ്യുന്നു, പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ബിസിനസ് ചെറിയ ബിസിനസ്സിൽ നിന്നും വലിയ ബിസിനസ്സായിട്ട് വളരുന്നത്. ആ വളരുന്ന ആ ഒരു യാത്രയിൽ നമ്മൾ ചെറിയ ബിസിനസ് ആയിരിക്കുമ്പോൾ അതിൻ്റെ ഷെയർ നമ്മൾ മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഇന്നും അത് കൈവശം വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ചെറിയ ബിസിനസ് വലിയ ബിസിനസ് ആയപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയറും വലുതായി, ഷെയറിൻ്റെ വാല്യൂവും പ്രൈസും വലുതായി എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ പലരും, എസ്പെഷ്യലി ഈ മ്യൂച്വൽ ഫണ്ടുകൾ സീന് വന്നതിന് ശേഷം, മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു കാർട്ടൽ മാർക്കറ്റിൽ ഇട്ട പേരുകളാണ്. അതായത് അവർ ഓരോ പ്രോഡക്റ്റ് ഇറക്കുമല്ലോ, ലാർജ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫണ്ടിനെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ സൈസിൽ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോക്ക് മൾട്ടി ബാഗർ ആവുന്നതിന് മാർക്കറ്റ് ക്യാപ്പിന് വലിയ വിലയൊന്നും അതിനകത്തില്ല. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് റിങ്കു. അതായത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ടേമാണ്. അതിനൊരു ഫോർമുലയുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ഈ കമ്പനി വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മേടിക്കാൻ പോവുകയാണെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫിഗർ നമ്മളെ പഠിപ്പിച്ചിരുന്ന ഒരു കാൽക്കുലേഷനാണ് മാർക്കറ്റ് ക്യാപ്പ്.
അതിന് നമ്മൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ എന്താ, നമ്മൾ പറയില്ലേ നമ്മുടെ കയ്യിൽ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് 10 ഷെയർ ഉണ്ട്, ടോട്ടൽ 10 ഷെയർസേ ഉള്ളൂ, 10 ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിൻ്റെ വില 75 രൂപയാണ് ഒരു ഷെയറിൻ്റെ. അപ്പോൾ നമ്മുടെ ടോട്ടൽ കമ്പനിയുടെ വാല്യുവേഷൻ എത്രയായി? 10 ഷെയർ മൾട്ടിപ്ലൈഡ് ബൈ 75 രൂപ, 750 രൂപ. അപ്പോൾ നമ്മൾ എന്താ പറയുക, 750 രൂപ ഈ കമ്പനിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി നമുക്ക് മേടിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അതായത് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്, അതിനെയാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ഇന്ന് ട്രേഡ് ചെയ്യുന്ന പ്രൈസാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ്. നാളെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ നാളത്തെ പ്രൈസാണ് നാളത്തെ മാർക്കറ്റ് ക്യാപ്പ്. ഈ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് ഒരു കമ്പനിയെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നുള്ള രീതിയിൽ തരംതിരിക്കുന്നതാണ് ഇവിടുത്തെ രീതി. അങ്ങനെയാണ് നമ്മൾ നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ ടോപ്പ് 50 മാർക്കറ്റ് ക്യാപ്പ് കമ്പനീസാണ്. ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി ഏറ്റവും മുകളിൽ, അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ, അങ്ങനെയാണ് ആ പെക്കിംഗ് ഓർഡർ വരുന്നത്. പക്ഷേ അത് എന്ന് പറയുന്നത് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. കാര്യം പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രൈസിലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ളൊരു അർത്ഥം മാത്രമേ അതിനകത്തുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് മോശമാണെന്നല്ല. ഈ പെന്നി സ്റ്റോക്ക് ആയിരിക്കും ചിലപ്പോൾ അത് മൈക്രോ ക്യാപ്പ് സ്റ്റോക്ക് ആവുന്നത്, മൈക്രോ ക്യാപ്പ് സ്റ്റോക്കിൽ നിന്ന് അത് സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ആവുന്നത്, സ്മോൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പ് ആവുന്നത്, മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പ് സ്റ്റോക്ക് ആവുന്നത്. അല്ലാണ്ട് പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ദ അഗ്ലി ബോയ് ഇൻ ദ റൂം എന്നല്ല അർത്ഥം. ഒരു കമ്പനി തുടങ്ങാൻ നേരത്ത് ആ കമ്പനിക്ക് പല രീതിയിലുള്ള കുറവുകൾ ഉണ്ടായിരിക്കും. ആ കുറവുകളെ തരണം ചെയ്ത് ബിസിനസ് എൻവയോൺമെൻറ്റ് പുതിയ പുതിയ ചലഞ്ചസ് ഏറ്റെടുത്ത് ആ കമ്പനിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റ് ജോലി. ആ മാനേജ്മെൻറ്റ് ഡ്യൂട്ടിയിൽ ഒരു കമ്പനി ചെറിയ കമ്പനിയിൽ നിന്ന് വലിയ കമ്പനി ആകുമ്പോൾ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് മൾട്ടി ബാഗർ റിട്ടേൺ അതിനകത്ത് കിട്ടുമെന്നുള്ള. അപ്പോൾ അതേപോലെ ഇൻഫോസിസ് വാസ് ഓൾസോ ആൻ അഗ്ലി കിഡ് ജോ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ഒരു അഗ്ലി കിഡ് ജോ ആയിരുന്നു ഇൻഫോസിസ്. അവിടുന്ന് നമ്മൾ അതിനെ പെന്നി സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്തിരുന്നെങ്കിലോ? അങ്ങനെയല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കണ്ണാടി കൂടെ അല്ല നമ്മൾ കാണേണ്ടത്, ബിസിനസ് എന്ന് പറയുന്ന കണ്ണാടി കൂടെ കാണണം. കാര്യം അന്ന് 1992 അല്ലെങ്കിൽ 90കളുടെ കാലഘട്ടങ്ങളിൽ സോഫ്റ്റ്വെയർ ഉദിച്ചു വരുന്നു. സോഫ്റ്റ്വെയറിൽ നന്നായിട്ട് കൊണ്ടുവന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഇൻഫോസിസ്. നല്ല മാനേജ്മെൻറ്റാണ്. നാരായണമൂർത്തി, നന്ദൻ നിലേക്കാനിയൊക്കെ, മോഹൻദാസ് പയ്യൊക്കെ അതിൻ്റെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നവരാണ്. ഷിബുലാൽ അല്ലെങ്കിൽ ക്രിസ് ഗോപാലകൃഷ്ണൻ പോലെയുള്ള മലയാളി ടച്ചുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. അവർ നല്ല രീതിയിൽ ഈ ബിസിനസ് വരും, ഈ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും, അതിൽ ഇൻഫോസിസ് വലിയ രീതിയിൽ ഗ്രോ ചെയ്യും എന്ന് ആ ബിസിനസ് ഡൈനാമിക്സിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ആ മൾട്ടി ബാഗർ ഓരോരുത്തരും അത് മേടിച്ചത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തതെന്നാണ്. അവിടെ ഈ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാപ്പ്, അതായത് മൈക്രോ ക്യാപ്പ്, പെന്നി സ്റ്റോക്ക്, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിൽ ഇതായിട്ട് യാതൊരു ബന്ധവും അതിനകത്തില്ല എന്നുള്ള. പിന്നെ വേറൊരു കാര്യം, റിങ്കു ചോദിച്ചതിൻ്റെ ഒരു ചോദ്യത്തിന് ഞാൻ വേറെ രീതിയിൽ അതിനെ ആലോചിക്കാം. അതായത് സ്മോൾ കമ്പനികൾ എടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക് കൂടുതലല്ലേ എന്നുള്ള. ആ റിസ്ക് ആണ് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ തരുന്നത്. റൈറ്റ്, ആ ഒരു റിസ്ക് ആണ് മൾട്ടി ബാഗർ റിട്ടേൺ തരുന്നത്. അതായത് നിങ്ങൾ ഒരു 100 മീറ്റേഴ്സ് ഓട്ടം ഓടുമ്പോൾ ആ 100 മീറ്റേഴ്സ് ഓട്ടം നമ്മൾ സ്കൂളിലാണ് ഓടുന്നതെങ്കിൽ സ്കൂളിൽ നമ്മൾ വേറൊരു വ്യക്തിയെ, നമ്മുടെ ഫ്രണ്ടിനെ രണ്ടാമതാക്കി എത്തുമ്പോഴും നമ്മൾ ജയിക്കുന്നുണ്ട്. അത് വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടിയല്ല. പക്ഷേ നമ്മൾ ഇത് ഹൈ ലെവലിലേക്ക് പോയിട്ട് നമ്മൾ അവിടെ ഈ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മാൻ ഓടുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് അവിടെ ഇടേണ്ടി വരും, അല്ലേ? ആ എഫേർട്ട് ഇടുന്ന ആ ഒരു റിസ്ക് എല്ലാ കാര്യത്തിലും ലോകത്തിനുണ്ട്. അത് തന്നെ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് എടുക്കാൻ നേരത്തും അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മുടെ ഒരിടത്തും എഴുതി വെച്ച് തരില്ല ഇത് മൾട്ടി ബാഗർ സ്റ്റോക്കാണ്, മേടിച്ചോളൂ എന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവരും മൾട്ടി ബാഗർ സ്റ്റോക്ക് മേടിച്ചത്. അപ്പോൾ ആ ഒരു എഫേർട്ടിൻ്റെ പുറകിൽ ഒരു റിസ്ക് ഉണ്ട്. എന്നിട്ട് ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ പേജ് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏഷ്യർ മോട്ടോഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനിത് 2008-9 കാലഘട്ടത്തിൽ മേടിക്കുന്നതാണ്. എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് മറക്കാം, ഞാൻ ഇന്നും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള. ഞാൻ പേജ് ഇൻഡസ്ട്രീസ് 2008-9 കാലഘട്ടത്തിൽ മേടിക്കാൻ നേരത്ത് എൻ്റെ മാനസിക സ്ഥിതി എന്തായിരുന്നെന്നറിയോ? എനിക്ക് അതിലുള്ള കോൺഫിഡൻസ് വെറും 10% ഉണ്ടായിരുന്നു. റിസ്ക് ആണെങ്കിൽ 90%. അവിടുന്ന് ആ സ്റ്റോക്ക് വളർന്ന് വലുതായി. അന്ന് 350-320 രൂപയുള്ളൂ. ഇന്ന് 35,000 രൂപയായി എന്ന് വിചാരിക്കുക. മൾട്ടി ബാഗർ റിട്ടേൺ ആയല്ലോ. ഇന്ന് ആ സ്റ്റോക്കിൽ അന്ന് എനിക്ക് 90% റിസ്ക്, 10% കോൺഫിഡൻസ്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് 2026 തിരിച്ച് ബാക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ റിസ്ക് 10%, എൻ്റെ കോൺഫിഡൻസ് 90% മാറിയെന്ന്.
ആ ഒരു ജേണിയിലാണ് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കിട്ടുന്നത്, ആ ഒരു ജേണിയിലാണ് വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുന്നത്. ആ ഒരു ജേണിക്ക് വേണ്ടി നമ്മളിടുന്ന എഫേർട്ടാണ് ആ റിസ്കിൽ നിന്നും കോൺഫിഡൻസിലേക്കുള്ള യാത്ര. ആ യാത്രയും കൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ട്രാൻസിഷനിൽ കൂടെ പോയി അതിനുള്ളൊരു മെൻ്റൽ ഫ്രെയിം വർക്കും കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്ററിനെ മൾട്ടി ബാഗർ സ്റ്റോക്കിലേക്ക് അടുപ്പിക്കുന്നത്. ഓക്കെ, മികച്ച ഓഹരികൾ കണ്ടെത്താൻ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യം എനിക്ക് വേണമെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. അതായത് ഒരുപാട് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് കഴിഞ്ഞാൽ ഞാനൊന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ പറയാറുണ്ട്, അതായത് നല്ല റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉള്ള, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള, പ്രൈസിങ് പവറുള്ള, അതായത് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റോ സർവീസോ വിൽക്കുമ്പോൾ അതിനൊരു റോ മെറ്റീരിയൽ ഉണ്ട്. ആ റോ മെറ്റീരിയൽ ഇപ്പം നമ്മളറിയാലോ ഓയിലിന് വില കൂടി. അപ്പോൾ ഓയിൽ റോ മെറ്റീരിയൽ ആയിരിക്കുന്നവർക്ക് ഓയിലിന് വില കൂടുമ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റിനും കൂടെ വില കൂട്ടിയിട്ട് നല്ല രീതിയിൽ സെയിൽസ് ഗ്രോ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ, മനസ്സിലായി, ഓപ്പറേറ്റിംഗ് മാർജിൻ കീപ്പ് ചെയ്യുന്ന കമ്പനികൾ, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കമ്പനി മാനേജ് ചെയ്യുക, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്പനിയുടെ ബുക്ക് ഓഫ് ഓഡിറ്റ്സ് മാനേജ് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ബട്ട് പലപ്പോഴും ഇതിന് വരുന്ന റിസ്ക് എന്താണെന്നറിയോ, ആദ്യമേ ഒരു സ്റ്റോക്കിൽ ഈ എല്ലാ ക്വാളിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്റ്റോക്ക് ഓൾറെഡി മൾട്ടി ബാഗർ ആയിക്കാണും. അപ്പോൾ അതില്ലാത്തൊരു സ്റ്റോക്ക് അതൊരു മോശം എന്നുള്ള രീതിയിൽ നിന്നും നല്ല രീതിയിലേക്കുള്ള യാത്രയിലാണ് പലപ്പോഴും ഔട്ട്സൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം നല്ല ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കുക, ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കുക, അതിനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സമയത്ത് മേടിക്കുക എന്നുള്ളതും കൂടെ മൾട്ടി ബാഗറിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ബട്ട് ഈ വക കാര്യങ്ങളെല്ലാം മാർക്കറ്റ് റിലേറ്റഡ് ആണ്. ബട്ട് പേഴ്സണലി നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് അത്രയും നാൾ ഹോൾഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥയും കൂടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2008 പേജ് ഇൻഡസ്ട്രീസ് മേടിച്ചിട്ട് ഞാൻ 2010 ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഡബിളിങ്ങിൽ തന്നെ ഞാനത് വിറ്റുപോയിരുന്നെങ്കിൽ ഞാൻ മൾട്ടി ബാഗർ സ്റ്റോക്കിൻ്റെ ഉടമയാവില്ല. ഒരു ഡബിളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഇവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 35 ടൈംസ്, 300 ടൈംസ്, 100 ടൈംസ് ഒക്കെ ഒരു സ്റ്റോക്ക് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും നാൾ ഹോൾഡ് ചെയ്യാൻ നമ്മളെ പാകപ്പെടുത്തി എടുക്കുന്നതും കൂടെ മൾട്ടി ബാഗറിന് വേണ്ടി ഇടുന്ന ഒരു എഫേർട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കൽ മാത്രമല്ല, ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് മാത്രമല്ല, സെൽഫ് വർക്കിംഗ്, നമ്മളെയും കൂടെ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. 2020 ആർക്ക് വേണമെങ്കിലും കളിക്കാം, ഒരു പരിധി വരെ നമുക്ക് വൺ ഡേയിലും സക്സസ്ഫുൾ ആവാം. ബട്ട് 5 ദിവസത്തെ ടെസ്റ്റ് മാച്ചിന് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ ഡിഫറെൻറ്റ് മെൻ്റൽ ഫ്രെയിം വർക്ക്. ദാറ്റ് ഈസ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് മൾട്ടി ബാഗർ. നല്ല ക്ഷമയും കൂടെ വേണം നിക്ഷേപകർക്ക്. അബ്സല്യൂട്ട്ലി. നല്ല ക്ഷമ മാത്രമല്ല, വലിയൊരു കാഴ്ചപ്പാട് വേണം, നല്ലൊരു സ്വഭാവമായിരിക്കണം. അതിനെ ഒരു വിഷണറി എന്നുള്ള രീതിയിൽ, അതായത് ഒരു കുട്ടി വളർന്ന് വലുതാവുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് വളർന്ന് വലുതാവുന്നു എന്നുള്ള പോലെ ഒരു ഡ്രീം ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടെ. സാധാരണ ഞാനൊക്കെ പല ടോക്സിനും പോകുമ്പോൾ പറയാറുണ്ട്, ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റോ സ്റ്റോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്കണോമിക്സോ അല്ലെങ്കിൽ ഈ ഫിനാൻസ് മാത്രം പഠിപ്പിച്ചാൽ പോരാ, നിങ്ങൾക്ക് ഡ്രീം ചെയ്യാനും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സൈക്കോളജി പഠിക്കണം, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണം, ആന്ത്രോപോളജി പഠിക്കണം, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ഇവിടെ നിന്ന് വേറൊരു ലെവലിലേക്ക് ആയി എന്നുള്ളതിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, ദീർഘവീക്ഷണം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ രീതിയിലുള്ള മൈൻഡ് സെറ്റും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൂ. വളരെ ഷോർട്ട് ടൈമിൽ മികച്ച റിട്ടേൺ തരുന്ന ചില മൾട്ടി ബാഗർ സ്റ്റോക്കുകളുണ്ട്. ഇത് പെട്ടെന്ന് വളരുന്നതിനൊപ്പം തന്നെ കുത്തനെ വില ഇടിയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിരവധി പേരുണ്ട്. ഈ ഒരു തകർച്ച അല്ലെങ്കിൽ നഷ്ടം ഒഴിവാക്കാൻ ഷെയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഒരിക്കലും നമ്മളെപ്പോലത്തെ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് എക്കണോമിക്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ നമ്മൾ ഡിക്സൺ ടെക്നോളജി എന്ന് പറയുന്നൊരു കമ്പനി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഈ ഡിക്സൺ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് 2026 ആസ് വി സ്പീക്ക് റൈറ്റ് നൗ, മെയ്യുടെ അവസാനം വരുന്നു, ജൂൺ തുടങ്ങാൻ പോകുന്നു അടുത്ത ആഴ്ച. ഇവിടെ നിന്ന് നമ്മൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം ഈ സ്റ്റോക്ക് വലിയ മൾട്ടി ബാഗർ റിട്ടേൺ തന്നതായിട്ട് നമ്മുടെ മുന്നിൽ ചരിത്രം പറയുന്നുണ്ട്. ബട്ട് ഈവൻ ദെൻ കോവിഡിൻ്റെ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ കറക്റ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, ചിലപ്പോൾ ഇവർ കോവിഡിന് മുമ്പേ തന്നെ ഈ ഡിക്സൺ ടെക്നോളജീസിലെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് അതൊരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആവുമെന്ന് പ്രതീക്ഷിച്ച്
ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തവർ കോവിഡിൻ്റെ ഫോള് കണ്ടപ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് ഈ ഷെയർ വിറ്റുപോയി കാണാം, കൈമോശം വന്ന് പോയി കാണാം, ചിലവർ വിറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് സ്റ്റോക്കിനെ കുറിച്ചല്ല, വിറ്റുപോയ വ്യക്തിയും വിൽക്കാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു. ആ വിറ്റുപോയ വ്യക്തിയുടെ മെൻറ്റാലിറ്റിയും ആ വിൽക്കാതെ കോവിഡ് അല്ലേ ഇത് തിരിച്ചു വരും, ഇത് മൾട്ടി ബാഗർ സ്റ്റോക്ക് ആവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയും തമ്മിലുള്ള ഇവർ രണ്ടുപേരുടെ അപ്രോച്ചിലെ വ്യത്യാസം എന്താണോ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ സാധാരണ പഠിക്കേണ്ട കാര്യം എന്താ, അയ്യോ ഇത് വിറ്റു പോകുമ്പോൾ എന്ത് ചെയ്യും, അതല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ പുറകെ ഉണ്ടാവുന്ന എഫേർട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. എത്രയോ ഇൻവെസ്റ്റേഴ്സ് എനിക്കറിയാവുന്ന നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ തന്നെ ഉള്ളവരുണ്ട്, ഈ ഡിക്സൺ ടെക്നോളജി നേരത്തെ മേടിച്ച് അതിൽ വലിയൊരു ഹോപ്പ്, പ്രതീക്ഷ, 10-15 കൊല്ലത്തെ പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൊടുന്നനെ ഈ കോവിഡ് വന്നത്. ഈ കോവിഡ് വന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ സമയത്ത് ഒരുപാട് പേര് വിറ്റുപോയി. അതിൽ കുറച്ചു പേരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പോലെ അത് ഒരു മൾട്ടി ബാഗർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നടക്കുന്നത് എന്താ, ലോകത്ത് വേറെ ഏതോ ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ആണ് നടക്കുന്നത്, അതിൻ്റെ ഒരു എഫക്റ്റിലാണ് അത് താഴേക്ക് വന്നത്. നാളെ ഇതെല്ലാം ശരിയാകുമ്പോൾ ഇത് തിരിച്ചു വന്നോളും. ഞാനിത് മേടിച്ചിരിക്കുന്നത് ഇത് ഈ ചെറിയ ഷോർട്ട് ടേമിനല്ല, വലിയൊരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതിനൊരു ഉദാഹരണം ഞാൻ എന്നെ തന്നെ പറയാം. എൻ്റെ കയ്യിൽ ഡിക്സൺ ടെക്നോളജീസ് ഞാൻ ഇന്നും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഈ ഡിക്സൺ ഞാൻ കോവിഡിന് മുമ്പേ മേടിച്ചതാണ്. കോവിഡിൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഇടിവും അതിനകത്ത് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ബട്ട് എനിക്ക് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ആ ഒരു സെക്ടർ ഇന്ത്യയിൽ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു. അതിനകത്ത് ഡിക്സൺ വലിയൊരു കമ്പനി ആവാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അത് കറക്റ്റായി എന്നും അതിൽ സന്തോഷമാവുകയും ചെയ്യാം. ബട്ട് എനിക്കത് തെറ്റിപ്പോവുകയും ചെയ്യാമായിരുന്നു എന്നുള്ള. പേജ് ഇൻഡസ്ട്രീസും ഞാൻ ഇതുവരെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ കുറച്ച് സ്റ്റോക്സേ മേടിച്ചിട്ടുള്ളൂ, എന്നും ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യണതൊക്കെ ശരിയാണെന്നല്ല, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള നഷ്ടങ്ങളുടെ കാര്യങ്ങളും എനിക്കുണ്ട്. ബട്ട് ഈവൻ ദെൻ ഞാൻ എൻ്റെ കയ്യിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ പറഞ്ഞുള്ളൂ. അതിൽ ഡിക്സൺ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിലൊരു ലോങ് ടേം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വിറ്റുപോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മളെ ആയിരുന്നു ട്രെയിൻ ചെയ്യേണ്ടത്, അല്ലാണ്ട് സ്റ്റോക്കിനെയോ സ്റ്റോക്ക് മാർക്കറ്റിനെയോ അല്ല എന്നുള്ളതാണ്. നിലവിലെ ട്രെൻഡിങ് സെക്ടറുകളിലെ മൾട്ടി ബാഗർ സാധ്യതകൾ ഏതൊക്കെയാണ്? ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറുകൾ റിങ്കു, ഇതിലൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഒരു കാര്യം എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ഒരു പുതിയ സെക്ടർ വന്നാൽ മാത്രമേ അതിനകത്തൊരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മളിനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സോ ക്വാണ്ടം ഫിസിക്സ് വന്നാലും ഒരു വീട് പണിയണമെങ്കിൽ അതിന് സിമെൻറ്റും വേണം, കമ്പിയും വേണം, ബാക്കി എല്ലാ കാര്യങ്ങളും വേണം. അത് ചെയ്യാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും വേണം. ഇനി വീടുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ, പാലങ്ങളും ബ്രിഡ്ജുകളും പോർട്ടുകളും എയർപോർട്ടും സീപോർട്ടും ഒക്കെ കൂടുകയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ ഒരുപാട് കൂടണമെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും സിമെൻറ്റ് കമ്പനിയിൽ നിന്നും സ്റ്റീൽ സപ്ലൈ ചെയ്യുന്ന കമ്പനിക്കകത്തുനിന്നും മൾട്ടി ബാഗർ വന്നേക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ വിൽക്കുന്നതോ ഇതൊക്കെ ട്രേഡ് ചെയ്യണോ കമ്പനികളോ വന്നേക്കാം. അപ്പോൾ ഇന്ന സെക്ടറിൽ മാത്രമേ മൾട്ടി ബാഗർ വരുള്ളൂ എന്നുള്ള അല്ല അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതായത് ഞാൻ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഒരു കമ്പനി സിമെൻറ്റ് കമ്പനിയിൽ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ള രാജാക്കന്മാരായിട്ടുള്ള ബ്ലൂ ചിപ്പ് കമ്പനിയെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്ത് വേറൊരു കമ്പനി വരികയാണെങ്കിൽ അത് മൾട്ടി ബാഗർ ആയേക്കാം. ഇപ്പോൾ L&T ആണ്, നമുക്കറിയാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇതൊരു അഡ്വൈസോ റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല, ഞാൻ ജസ്റ്റ് ഒരു അക്കാഡമിക് പർപ്പസിന് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാൻ പറയുകയാണ്. L&T എന്ത് വലിയ ലാർജ് കൺസ്ട്രക്ഷൻ ചെയ്യാനും ഇന്ത്യയിൽ ഗീഡപ്പായിട്ടുള്ള കമ്പനിയാണ് L&T. നാളെ L&Tയേക്കാളും ഒരു ബെസ്റ്റ് കമ്പനി വരില്ലെന്ന് എന്താണ് ഉറപ്പ്? അതൊരു സ്മോൾ ക്യാപ് കമ്പനി ആണെങ്കിലോ അത് ഇവിടുന്ന് ഉദിച്ച് ഈ കൺസ്ട്രക്ഷൻ EPC സെഗ്മെൻറ്റിൽ തന്നെ L&Tയേക്കാളിലും വലുതാവൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതും മൾട്ടി ബാഗർ ആയിക്കൂടെ? അപ്പോൾ പൊതുവേ പബ്ലിക്കിൻ്റെ വിചാരം EV, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, AI അങ്ങനെ പുതിയ സെക്ടറിൽ നിന്ന് മാത്രമേ മൾട്ടി ബാഗർ വരുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, പഴയ സെക്ടറിൽ നിന്നും വരാം. ഇറ്റ് ഈസ് ദ ബിസിനസ് ദാറ്റ് ബിക്കംസ് എ മൾട്ടി ബാഗർ, നോട്ട് ദ സെക്ടർ. അതേപോലെ എമർജിംഗ് സെക്ടറുകളിലും ഉണ്ടാവാം, എമർജിംഗ് സെക്ടറിലും ഉണ്ടാവാം. അപ്പം മൾട്ടി ബാഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെക്ടർ ബേസ്ഡ് ആയിട്ടല്ല. ഏത് സെക്ടറിൽ നിന്ന് മൾട്ടി ബാഗർ ഉണ്ടാവാം. ഒരു ബിസിനസ് മൾട്ടി ബാഗർ ആവുമോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് മൾട്ടി ബാഗർ റിട്ടേൺ തരുമോ? അത് ഏത് ഇൻഡസ്ട്രിയിലും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ ഇൻഡസ്ട്രിയിൽ പോലും, ഓയിൽ ആൻഡ് ഗ്യാസിലും വരാം, റീറ്റെയിലും വരാം, സിമെൻറ്റിലും വരാം, ഫാർമയിലും വരാം, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിലും വരാം. പുതിയ സെക്ടറുകളായ AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം സ്പേസ് ടെക്നോളജി, ഇതിൽ നിന്നും ഒക്കെ വരാം, അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിങ്ങിൽ നിന്ന് വരാം, എന്ത് വേണമെങ്കിലും വരാം. പക്ഷേ ഐഡിയലി കൂടുതലും വരുന്നത് പുതിയ ഇൻഡസ്ട്രിയിൽ നിന്നാണ് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ മറ്റെവിടെയും വരില്ല എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. മികച്ച മൾട്ടി ബാഗർ ഓഹരികൾ എങ്ങനെ കണ്ടെത്താം? നിക്ഷേപത്തിനായി പൊതുവായി സ്വീകരിക്കേണ്ട സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചത് സുരേഷ് സാറാണ്. താങ്ക് യു സാർ. അടുത്ത എപ്പിസോഡിൽ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.